ഒരുപാട് ആളുകൾ ജാപ്പനീസ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ല വീഡിയോസ് കിട്ടും. അത് നോക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജാപ്പനീസിൽ എക്സ്പേർട്ട് ആയിട്ടൊന്നും അല്ല. അതുകൊണ്ട് ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായിരിക്കും പറയുന്നതിനകത്ത്. തെറ്റാന്ന് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിനകത്ത് ആൽഫബറ്റ്സ് ഉണ്ട്, അതിനകത്ത് 26 ലെറ്റേഴ്സ് ഉണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയുള്ളൂ. അതുപോലെ തന്നെ ജാപ്പനീസ് നമുക്ക് എഴുതാനും വായിക്കാനും അറിയണമെങ്കിൽ ഹിരഗാന, കത്തക്കാന, കാഞ്ചി എന്ന് പറയുന്ന ഈ 3 സ്ക്രിപ്റ്റുകൾ അറിഞ്ഞിരിക്കണം. ഇത് മൂന്നും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും പറ്റില്ല. ജാപ്പനീസും ഇംഗ്ലീഷും നമുക്ക് ഡയറക്റ്റ് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. രണ്ടും രണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് എന്ന് പറയുന്ന പോലെ ജാപ്പനീസിലുള്ളത് സ്ക്രിപ്റ്റുകളാണ്. ഈ ഇംഗ്ലീഷിനകത്ത് ഓരോ ലെറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത്, എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട്. ജാപ്പനീസിൽ വരുമ്പോൾ അതിനകത്ത് ഓരോ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അത് പറയാനുള്ള കാരണം ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എസ് എ എന്ന് പറയുന്ന 2 ലെറ്റർ ചേർന്നാലാണ് ഇംഗ്ലീഷിൽ സ എന്ന് നമുക്ക് വായിക്കാൻ പറ്റുക. ജാപ്പനീസിനകത്ത് സ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ്. ജാപ്പനീസിൽ ഈ ഒരു 3 സ്ക്രിപ്റ്റിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹിരഗാന ആൻഡ് കത്തക്കാന ഇതിനെ രണ്ടിനെയും ചേർത്തിട്ട് കാന സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഓരോ വേർഡ്സ് ഒക്കെ പ്രൊനൗൺസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സൗണ്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നൊക്കെയാണ് അതുകൊണ്ട് മീനിങ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ക എന്ന് എഴുതുകയാണെങ്കിൽ 2 ലെറ്റർ വേണം. കെയും എയും ചേർന്ന് 2 ലെറ്റർ വെച്ചാലാണ് നമുക്ക് ക എന്ന് വായിക്കാൻ പറ്റുക. ജാപ്പനീസിനകത്ത് ക എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാരക്ടർ ആണ്. അത് എഴുതിയിരിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. ഇത് എഴുതിയത് ഇപ്പൊ ഹീരാഗാനയിലാണ്. കത്തക്കാനയിലും നമുക്ക് എഴുതാൻ പറ്റും. ഹീരാഗാനന്റെയും കത്തക്കാനന്റെയും ഒക്കെ ചാർട്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതിനകത്ത് അതുപോലെ തന്നെ സായും എഴുതിയിട്ടുണ്ട്. ഈ 2 ക്യാരക്ടേഴ്സും കൂടെ ചേർന്ന് കാസ എന്ന് എഴുതി കഴിഞ്ഞാൽ അംബർല എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ കാസ എന്ന് എഴുതുന്നതും വായിക്കുന്നതും എങ്ങനെയാണ്, പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ഹിരാഗാന കത്തക്കാന വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ജാപ്പനീസിലെ അടുത്ത സ്ക്രിപ്റ്റ് ആണ് കാഞ്ചി. ഈ കാഞ്ചി എന്ന് പറയുന്നത് ചൈനീസ് എന്ന് കടമെടുത്തിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത ഓരോ ക്യാരക്ടറിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. ഇപ്പോ ഇതിനകത്ത് ഈ ഒരു സിമ്പിൾ പോലെ വരച്ചു വെച്ചിരിക്കുന്ന കാണുന്നുണ്ടല്ലോ, ഏകദേശം ഇങ്ങനെ കുറച്ച് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഓരോ കാഞ്ചി ഇരിക്കുന്നത്. ആ ഒരൊറ്റ സിംഗിൾ ക്യാരക്ടറിന്റെ മീനിങ് അംബർല എന്നാണ്. മുകളിൽ നമ്മൾ ഹിരാഗാനയിലാണ് എഴുതിയിട്ടുള്ളത് കാസ എന്നുള്ളത്, അത് അംബർല എന്നാണ് വായിക്കുന്നത്. താഴെ കാഞ്ചിയിൽ ഒരൊറ്റ ക്യാരക്ടർ ആണ് എഴുതി വെച്ചിട്ടുള്ളത്, അതിന്റെ അർത്ഥം അംബർല എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതിനകത്തുള്ള ഈ 3 സ്ക്രിപ്റ്റും പഠിച്ചിരിക്കണം എന്ന്. ചില സ്ഥലത്ത് ചിലപ്പോ ഹിരാഗാനയിലായിരിക്കും കാസ എന്ന് എഴുതിയിട്ടുണ്ടാവുക, അപ്പൊ അത് അംബർലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ചില സ്ഥലത്ത് ഈ കാഞ്ചിയിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇതാണ് ഹീരാഗാന ചാർട്ട്. ഇതിനകത്ത് ഓരോ ക്യാരക്ടറിന്റെ മുകളിലും നീല കളറിൽ ഓരോ ആരോ ഇട്ടിട്ട് 1 2 3 എന്നൊക്കെ കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. അത് ഇത് എഴുതാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയാത്തൊരു കാര്യമാകുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ എഴുതി വെക്കുമല്ലോ, അങ്ങനെ എഴുതാൻ പാടില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് വായിക്കുന്നത് നോക്കാം. സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആ, ഇ, ഉ, എ, ഓ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് കെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കാ സീരീസ് വരിക താഴത്തോട്ട് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ എസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ സായ ആയിരിക്കും താഴത്തോട്ട് വരുന്നത്. പിന്നെ ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ജാപ്പനീസിൽ തായാണ് കേട്ടോ പറയാ, നമ്മൾ ടാ എന്ന് വായിക്കരുത്, അത് തായാണ്. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ആ എന്നാണ്. അതിനകത്ത് ആ ബ്ലൂ ലൈൻ കൊടുത്തത് എങ്ങനെയാണ് ആ എഴുതുന്നതെന്നാണ്. ഫസ്റ്റ് നമ്മൾ നേരെയുള്ള ആ ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. പിന്നെ താഴത്തോട്ടുള്ള ലൈനാണ് രണ്ടാമത് വരയ്ക്കേണ്ടത്. മൂന്നാമതാണ് ആ റാ പോലെ കെട്ട് പോലെ ഇരിക്കുന്നത് വരയ്ക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത് ആ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഓരോന്നിന്റെയും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത്. ചെറിയ വ്യത്യാസം ഉണ്ട്, അത് ഞാൻ പറയാൻ വായിക്കുന്നതിനനുസരിച്ച്. ആ എന്നാണ് ഇപ്പൊ എഴുതിയത്. ഇ, ഉ, എ, ഓ ഇത്രയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കാ സീരീസ് ആണ്. കാ, കി, കു, കെ, കോ. ഇനി വായിക്കുന്നത് സായാണ്. സാ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സി അല്ല കേട്ടോ, ഷീ ആണുള്ളത്, അത് ശ്രദ്ധിച്ചോണം. സു, സേ,
സോ. ഇനി അടുത്ത വരുമ്പോ ഇത് ടി അല്ല ത എന്നാണ് ജാപ്പനീസിൽ വായിക്കുക. ത, ചി ആണ് പിന്നുള്ളത്. സു, തേ, തോ എന്നാണ് വായിക്കേണ്ടത്. നെക്സ്റ്റ് വരുമ്പോ ന, നീ, നു, നേ, നോ. ഹായിൽ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഹാ കഴിഞ്ഞിട്ട് ഹി, പിന്നെ ഹു അല്ല ഫു ആണുള്ളത്. ഹേ, ഹോ. മാ, മീ, മൂ, മേ, മോ. യായിലാകെ 3 ഉള്ളൂ കേട്ടോ. യാ, യു, യോ, രാ, രീ, രു, രേ, രോ. വാ, വി, വേ, വോ. ഇനി ഇത് വരുന്ന എന്നാണ് വരുന്നത്. ഇത്രയുള്ളൂ ജാപ്പനീസിൽ. ഇംഗ്ലീഷിലെ എല്ലാ പ്രൊനൗൺസിയേഷനും അതുപോലെ ജാപ്പനീസിൽ ഇല്ല. ഇംഗ്ലീഷിലുള്ള എല്ലാ പ്രൊനൗൺസിയേഷനും ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പേരൊക്കെ ജാപ്പനീസിൽ വരുമ്പോൾ വായിക്കുന്നതൊക്കെ വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഗോകുൽ എന്നുള്ള നെയിം പറയുകയാണെങ്കിൽ ഇതിനകത്ത് എല്ലുള്ള നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ നെയിം വരുന്നത് ഗോഗുരു എന്നായിരിക്കും. അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന നെയിമൊക്കെ അഗിരു എന്നൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക. അങ്ങനെ നെയിമിലൊക്കെ വ്യത്യാസം വരും. ഇനി നമുക്ക് കത്തക്കാന ചാർട്ടും കൂടെ നോക്കാം. ഹീരാഗാന ചാർട്ട് എന്താണോ ഇതിനകത്ത് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കത്തക്കാനയിലും ഉള്ളത്. ഹീരാഗാനയും കത്തക്കാനയും എഴുതുന്നത് വ്യത്യസ്തമായിട്ടാണ്, പക്ഷെ ഇത് വായിക്കുന്നത് ഒരേപോലെയാണ്. പ്രൊനൗൺസിയേഷൻ ഒരേപോലെയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആകെ എഴുതുന്നതിലാണ് ക്യാരക്ടറിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതും എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകൂടെ ഇത് വായിക്കുന്നില്ല. നേരത്തെ ഹിരാഗാന നമ്മൾ എങ്ങനെ വായിച്ചോ അതുപോലെ തന്നെയാണ് കത്തക്കാനയും വായിക്കേണ്ടത്. ആകെ ഇതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ വ്യത്യാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കും രണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രണ്ടെണ്ണത്തിന്റെ ആവശ്യം എന്ന്. അതിന്റെ ആവശ്യത്തെക്കുറിച്ചും അതിന്റെ ഡിഫറൻസിയേഷനെ കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറയാം. എല്ലാം കൂടെ കണ്ട് കൺഫ്യൂഷൻ ആവുമ്പോൾ ഒരുമിച്ചൊന്ന് കൊടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് ഹീരാഗാനിയും കത്തക്കാനിയും ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. കാനാചാർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിന്റെ മുകളിലായിട്ട് കാസ എന്നൊക്കെ പറയുന്ന സീരീസിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ആ, ഇ, ഉ, എ, ഓ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ കോളത്തിനകത്തും ഫസ്റ്റ് താഴത്തോട്ട് വന്നിട്ടുള്ളത് ഹീരാഗാനി, തൊട്ടപ്പുറത്തായിട്ട് കത്തക്കാനിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ സീരീസിന്റെ ഇത് ഹീരാഗാനയിലാണ് ആ എന്ന് എഴുതിയത്, തൊട്ടിപ്പുറത്ത് ഇത് കത്തക്കാനയത്തെ ആ എന്നാണ്. താഴെ ഇ, ഉ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഹീരാഗാനിയും കത്തക്കാനിയും ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് രണ്ടും ഒരുപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രണ്ടെണ്ണത്തിന്റെ ആവശ്യം എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർക്കാം. അതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. കുറച്ചധികം പോയിന്റ്സ് നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് ജാപ്പനീസ് ഒറിജിൻ ആയിട്ടുള്ള വേർഡുകൾ എഴുതുന്നത് ഹിരാഗാനയിലായിരിക്കും. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് എഴുതുന്നത് കത്തക്കാനയിലും ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാപ്പനീസിൽ ചെറി ബ്ലോസത്തിന് സക്കുറ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ജാപ്പനീസ് വേർഡാണ് അല്ലെ. അത് എഴുതുന്നുണ്ടായിരിക്കുക ഹിരാഗാനയിലായിരിക്കും. ഇതൊരിക്കലും കത്തക്കാനയിൽ എഴുതാൻ പാടില്ല, തെറ്റാണ്. അതുപോലെ തന്നെ മുട്ടയ്ക്ക് തമാഗോ എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. ഒരു ജാപ്പനീസ് വേർഡ് ആയതുകൊണ്ട് തന്നെ ഹിരാഗാനയിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. അതുപോലെ തന്നെ അമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട് ജാപ്പനീസിൽ. ഒന്നെങ്കിൽ മഴയായിരിക്കാം അല്ലെങ്കിൽ കാൻഡി ആയിരിക്കാം. അപ്പൊ ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കേസിലാണ് പറഞ്ഞത് കാഞ്ചിക്ക് ഒരു ക്യാരക്ടറിന് ഒരു മീനിങ് ആണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ അമേ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കാഞ്ചി 2 തരത്തിലുണ്ട്. അപ്പൊ ഈ ഒരു സിമ്പലുള്ള കാഞ്ചി ക്യാരക്ടറാണ് വരുന്നതെങ്കിൽ അത് മഴയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി താഴത്തെ പോലത്തെ കാൻഡീന്റെ കാഞ്ചിയാണ് വരുന്നതെങ്കിൽ അത് കാൻഡി ആണെന്ന് മനസ്സിലാക്കാം. അതാണ് കാഞ്ചിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫോറിൻ വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് കത്തക്കാന ഉപയോഗിക്കുന്നത്. ഇപ്പൊ കോഫി എന്നുള്ളതിന് കോഹി എന്നാണ് ജാപ്പനീസിൽ പറയുന്നത്. അത് എഴുതുന്നത് കത്തക്കാനയിലായിരിക്കും, ഹിരാഗാനയിൽ എഴുതാൻ പാടില്ല, അത് തെറ്റാണ്. അതുപോലെ തന്നെ പിസയ്ക്ക് പിസ എന്നുള്ളത് കത്തക്കാനയിലാണ് എഴുതുന്നത്. ചോക്ലേറ്റിന് ചൊക്കരേത്തോ എന്നാണ് പറയുന്നത്, അതും കത്തക്കാനയിലാണ് എഴുതിയിട്ടുള്ളത്. ടെലിവിഷന് തെരേബി എന്നാണ് പറയുക, അതും കത്തക്കാനയിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ബ്രെഡിന് പാൻ എന്നാണ് പറയുന്നത്. അത് വന്നിട്ടുള്ളത് പോർച്ചുഗീസ് ലാംഗ്വേജ് നിന്നാണ് കേട്ടോ. ഇംഗ്ലീഷ് നിന്ന് മാത്രമല്ല, ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതാണെങ്കിലും ഫോറിൻ വേർഡ്സ് കത്തക്കാനയിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇതൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് പറയുന്നത് പേരുകളെ കുറിച്ചിട്ടാണ്. ജാപ്പനീസ് നെയിമുകൾ എഴുതുന്നുണ്ടാവുക ഹിരാഗാനയിലും
ഫോറിൻ നെയിം എഴുതുന്നുണ്ടാവുക കത്തക്കാനയിലുമാണ്. ഇപ്പൊ ഇതിനകത്ത് നമ്മളുടെ പേരൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കത്തക്കാനയിലാണ് എഴുതേണ്ടത്, ഹിരാഗാനയിൽ എഴുതാൻ പാടില്ല. നമ്മുടെ നെയിമൊക്കെ ഫോറിൻ നെയിംസ് ആണ്. ഇപ്പോ ജാപ്പനീസ് നെയിംസ് പറയുകയാണെങ്കിൽ തനാക്ക. തനാക്ക എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് നെയിമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാപ്പനീസ് നെയിം ഒക്കെ ഇവരുടെ ഹിരാഗാനയിൽ എഴുതാൻ പറ്റുന്നതായിരിക്കും. എല്ലാ പ്രൊനൗൺസിയേഷനും ഉണ്ടായിരിക്കും. മിക്കി, തക്കാഷി എന്നൊക്കെ പറഞ്ഞ കുറെ നെയിം ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എഴുതുന്നത് ഹിരാഗാനയിലായിരിക്കും. ഇനി നമ്മൾ പറയുമ്പോൾ കത്തക്കാനയിൽ നമ്മുടെ പേരൊക്കെ വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം എല്ലാ പ്രൊനൗൺസിയേഷനും ഇല്ല. അശ്വതി എന്ന് എഴുതുമ്പോൾ അശ്വടി എന്നായിരിക്കും വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ അടുത്ത നെയിം കൊടുത്തിട്ടുള്ളത് ഗോകുൽ എന്നാണ്. അത് വായിക്കുന്നുണ്ടായിരിക്കുക ഗോഗുരു എന്നായിരിക്കും. കാരണം നമ്മുടെ പേരുകളൊന്നും കറക്റ്റ് ആയിട്ട്, ചില പേരുകളൊക്കെ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വരും കേട്ടോ, എല്ലാ പ്രൊനൗൺസിയേഷനും ഉള്ളത്. എങ്കിൽ പോലും നമ്മൾ ഹിരാഗാനയിൽ നമ്മുടെ നെയിം എഴുതാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഫോം ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കത്തക്കാനയിൽ എഴുതണം. രേഷ്മ എന്നുള്ള നെയിം രേഷുമ എന്നാണ് വരുന്നുണ്ടാവുക. അഖിൽ എന്ന് പറയുന്ന നെയിം അഗിരു എന്നായിരിക്കും വരിക. ജോൺ എന്നുള്ളതിന് ജോൺ എന്ന് തന്നെയാണ് വരുന്നുണ്ടാവുക. പേരുകളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് തക്കാഷി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് നെയിം ആണ്. ഞാനത് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് കത്തക്കാനയിലാണ്, അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് എഴുതേണ്ടത് ഹിരാഗാനയിലാണ്. താഴെ ഞാനത് മാറ്റി ഹിരാഗാനയിൽ തക്കാഷി എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ജോൺ എന്ന് ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് ഹിരാഗാനയിലാണ്, പക്ഷെ അത് തെറ്റാണ്, ഫോറിൻ നെയിം ആണ്. താഴത്തെ പോലെ കത്തക്കാനയിലാണ് എഴുതേണ്ടത്. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയിട്ട് തെറ്റാന്ന് പറയാനുള്ള കാരണം വേറെ കുറച്ച് റൂൾസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് തക്കാഷി എന്ന് ആദ്യം എഴുതിയിട്ടുള്ളത് കത്തക്കാനയിലാണ്. അതൊരു ജാപ്പനീസ് നെയിം ആയതുകൊണ്ട് ഹിരാഗാനയിലായിരുന്നു എഴുതേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തെറ്റാന്ന് പറഞ്ഞത്. ഇനി അത് ശരിയാവുന്ന കണ്ടീഷൻസും വരാം. ഫോറിനേഴ്സിന് തക്കാഷി എന്ന് പേര് ഇട്ടൂടാന്നില്ലല്ലോ. അപ്പൊ അതൊരു ഫോറിനർ നെയിം ആണെങ്കിൽ നമുക്ക് തക്കാഷി എന്നുള്ളത് ഇതുപോലെ കത്തക്കാനയിൽ എഴുതാൻ പറ്റും. അത് കൂടാതെ തന്നെ ചില ജാപ്പനീസ് വേർഡുകളൊക്കെ കത്തക്കാനയിൽ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ നെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ലോഗോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിനകത്ത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എഴുതാറില്ലേ, ഇറ്റാലിക്കിലൊക്കെ എഴുതാറില്ലേ, ആ ഒരു മീനിങ് കൂടെ ഉണ്ട് ഇവിടെ കത്തക്കാനയ്ക്ക്. ജാപ്പനീസുകാര് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ബോർഡൊക്കെ എഴുതുന്ന സമയത്ത് ഹീരാഗാനയ്ക്ക് പകരം കത്തക്കാന ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മിസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്നാണ് ജാപ്പനീസിൽ അർത്ഥം. മിസു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡ് ആണ്. അത് എഴുതേണ്ടത് ഹിരാഗാനയിലാണ് ഈ കാണുന്ന പോലെ. പക്ഷേ താഴെ കാണിച്ച പോലെ മിസു എന്ന് ബ്രാൻഡ് നെയിം ആയിട്ട് എഴുതിയത് നമുക്ക് കാണാൻ പറ്റും വെള്ളക്കുപ്പിയൊക്കെ വാങ്ങുന്ന സമയത്ത്. ഇനി ഫോറിൻ നെയിംസിന്റെ കാര്യം വരികയാണെങ്കിൽ സാധാരണയായിട്ട് ജാപ്പനീസ് വൊക്കാബുലറിന്റെ കൂട്ടത്തിൽ വരുന്ന അല്ല ഫോറിൻ നെയിംസ്. പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് കത്തക്കാനയിലാണ് എഴുതേണ്ടതെന്ന് പറയുന്നത്. ഇനി ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഹീരാഗാനയിലും എഴുതിയിട്ട് കാണാൻ പറ്റും. കാരണം ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ ആദ്യം പഠിക്കുന്നത് ഹീരാഗാനയാണ്, അത് കഴിഞ്ഞിട്ടാണ് കത്തക്കാന പഠിക്കുന്നത്. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഹീരാഗാനയിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. റെയർ ആയിട്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുക. ഹീരാഗാനയും കത്തക്കാനയും ഉപയോഗിക്കുന്ന അടുത്തൊരു സിറ്റുവേഷനും കൂടെ നമുക്ക് നോക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ സൗണ്ട്സ്, അത് മനുഷ്യന്മാരുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അനിമൽസിന്റെ എന്തെങ്കിലും സാധനങ്ങളുടെ ഒക്കെ ആയിക്കോട്ടെ, അതെല്ലാം എഴുതുന്നുണ്ടാവുക ഹിരാഗാനയിലാണ്. ലൗഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ടുകൾ എഴുതുന്നുണ്ടാവുക കത്തക്കാനയിലുമാണ്. അപ്പൊ ഇതിനകത്ത് സോഫ്റ്റ് ആയിട്ട് ചിരിക്കുന്നത് കുസു കുസു എന്നുള്ളത് ഹിരാഗാനയിലാണ് എഴുതിയിട്ടുള്ളത്. പതുക്കെ പൂച്ച കരയുന്നത് മ്യാവ് മ്യാവ് എന്നുള്ളതിന് ഇവിടെ ഞാൻ ഞാൻ എന്നാണ് കേട്ടോ എഴുതുക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. അത് എഴുതുന്നുണ്ടാവുക ഹിരാഗാനയിലാണ്, ചെറുതായിട്ടാണ് കരയുന്നതെങ്കിൽ. അതുപോലെ തന്നെ ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കത്തക്കാനയിൽ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ലൗഡ് ആയിട്ടുള്ള സൗണ്ടുകളാണ് കത്തക്കാനയിൽ എഴുതുന്നത്. നേരത്തെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ചിരിക്കുന്നതാണ് കണ്ട്, ഇത് ലൗഡ് ആയിട്ടാണെങ്കിൽ എഴുതിയിട്ടുണ്ടാവുക അത് കത്തക്കാനയിലാണ്. ഇവിടെ കണ്ടോ, നേരത്തെ പൂച്ച കരയുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും കരയുന്നത്. പക്ഷെ അത് ഭയങ്കര വലിയ സൗണ്ടിലാണെങ്കിൽ അത് എഴുതുന്നത് കത്തക്കാനയിലാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഒരു ചാർട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഹിരാഗാനിയും കത്തക്കാനിയും എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ബേസിക് യൂസേജ് പറയുകയാണെങ്കിൽ നേറ്റീവ് ജാപ്പനീസ് വേർഡ്സ് എഴുതുന്നുണ്ടാവുക അത് ഹിരാഗാനയിലാണ്. മറ്റത് ഫോറിൻ വേർഡ്സ് ആണ് കത്തക്കാനയിൽ എഴുതുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസു, വാട്ടർ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡ് ആണ്, അത് ഹിരാഗാനയിലാണ് എഴുതിയിട്ടുള്ളത്. കോഫി എന്നുള്ളതിന് കോഹി എന്നാണ് പറയുന്നത്, അത് നമ്മൾ കത്തക്കാനയിലാണ് എഴുതേണ്ടത് ഫോറിൻ വേർഡ് ആയതുകൊണ്ട്.
ഇനി പേരുകളുടെ കാര്യം വരുമ്പോൾ ജാപ്പനീസ് നെയിം ആണ് ഹിരാഗാനയിൽ എഴുതുന്നത്, ഫോറിൻ നെയിംസ് നമ്മൾ കത്തക്കാനയിലാണ് എഴുതുന്നത്. എക്സാമ്പിൾ ആയിട്ട് തനാക്ക എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് നെയിം ആണ്, അത് ഹിരാഗാനയിലാണ് എഴുതിയിട്ടുള്ളത്. ജോൺ എന്ന് പറയുന്ന ഫോറിൻ നെയിം നമ്മൾ കത്തക്കാനയിൽ എഴുതിയിട്ടുണ്ട്. പാർട്ടിക്കിൾസ് പറയുകയാണെങ്കിൽ എപ്പോഴും എഴുതുന്നുണ്ടാവുക അത് ഹിരാഗാനയിൽ മാത്രമാണ്, കത്തക്കാനയിൽ എഴുതില്ല. അത് കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ. വാ എന്ന് പറയുന്നതും ഗ എന്ന് പറയുന്ന ടോപ്പിക് മാർക്കർ ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഗ്രാമർ ഒക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് മനസ്സിലാക്കും. പിന്നെ പറയുന്നത് സൗണ്ടിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞു സോഫ്റ്റ് സൗണ്ടുകൾ എഴുതുന്നുണ്ടാവുക ഹിരാഗാനയിലാണ്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സൗണ്ടുകൾ എഴുതുക കത്തക്കാനയിലാണ്. അതിനുള്ള എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. കമ്പാരിസൺ ടേബിളിൽ പറയാത്തൊരു കാര്യം കൂടെ പറയാം. നമ്മളിത് നെയിംസിന്റെ കാര്യത്തിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കത്തക്കാന ബ്രാൻഡിങ്ങിനും ലോഗോസിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ട് ജാപ്പനീസ് വേർഡ്സ് നമ്മൾ എഴുതേണ്ടത് ഹിരാഗാനയിലാണ്, പക്ഷെ അത് കത്തക്കാനയിൽ എഴുതാറുണ്ട്. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മോഡേൺ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് ലോഗോയ്ക്കോ കമ്പനി നെയിംസിനൊക്കെയാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സോണി എന്നൊക്കെ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലല്ലേ എഴുതുന്നത്. അതുപോലെ തന്നെ ജാപ്പനീസിലുള്ള വേർഡ്സ് കത്തക്കാനയിൽ എഴുതാറുണ്ട്. ബ്രാൻഡ് നെയിംസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിം ആയിട്ടോ കമ്പനി ലോഗോ ആയിട്ടൊക്കെയാണ് എഴുതാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ പറയുകയാണെങ്കിൽ എനർജി ഡ്രിങ്ക് എന്നുള്ളത് ഇതുപോലെ കത്തക്കാനയിൽ എഴുതിയിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മിസുകുരീൻ എന്ന് പറയുന്നത് ഒരു വാട്ടറിന്റെ ബ്രാൻഡാണ്, അതൊക്കെ ഇതുപോലെ കത്തക്കാനയിലാണ് എഴുതാറുള്ളത്. ജാപ്പനീസിൽ 3 സ്ക്രിപ്റ്റുകളാണ് ഉള്ളത്: ഹിരാഗാന, കത്തക്കാന, കാഞ്ചി. ഹിരാഗാനയും കത്തക്കാനയും നമ്മൾ അത്യാവശ്യം പഠിച്ചു. ഇനി നമുക്ക് കാഞ്ചിയെ കുറിച്ചാണ് പറയാനുള്ളത്. കാഞ്ചി എന്ന് പറയുന്നത് ചൈനീസിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇത് എഴുതുന്നത് ഏകദേശം ചിത്രം വരയ്ക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് കുറെ കാഞ്ചികളുണ്ട്. ജാപ്പനീസുകാർക്ക് ഒരു മിനിമം 2136 കാഞ്ചി അറിയായിരിക്കും എന്നാണ് പറയുന്നത്. സ്കൂളിലൊക്കെ അവർ പഠിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഇതിനകത്ത് പല കളറിൽ ഈ കാഞ്ചി കാണുന്നത് ഓരോ സ്റ്റേജിലും പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ്. എലിമെന്ററി സ്കൂള്, ഹൈസ്കൂള് അങ്ങനെ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ കളർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാഞ്ചികൾ നോക്കാം. ഇത് സൂം ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാഞ്ചിയാണ് ജാപ്പനീസ് പഠിക്കുന്നതിൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ളത്. ഈ കാഞ്ചി മൊത്തത്തിൽ നമ്മൾ പഠിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ജാപ്പനീസ് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് JLPT N5 മുതൽ N1 വരെ ഉണ്ട്. N5 എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവല്. N1 എന്ന് പറയുന്ന ഇവിടത്തെ ആൾക്കാരെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ഈ N5 ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എഴുതുന്ന സമയത്ത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഏകദേശം 80 കാഞ്ചിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെ ഓരോ സ്റ്റേജിലും നമ്മൾ പഠിച്ച് N1 എത്തുന്ന സമയത്ത് ജാപ്പനീസുകാരെ പോലെ തന്നെ നമുക്ക് മിനിമം 2136 കാഞ്ചി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി കാഞ്ചിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ജാപ്പനീസിൽ പല വേർഡുകളും പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം ആയിട്ടായിരിക്കും, പക്ഷേ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിനകത്ത് ഒന്നെങ്കിൽ അത് മഴയായിരിക്കാം അല്ലെങ്കിൽ ക്യാൻഡി ആയിരിക്കാം. ഇതുപോലെയാണ് അമേ എന്ന് എഴുതുന്നത്. ഹിരാഗാനയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മീനിങ് കിട്ടില്ല. ചിലപ്പോൾ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഇത് മഴയാണ് വരിക അല്ലെങ്കിൽ ക്യാൻഡി ആണെന്നുള്ളത്. എങ്കിലും അതല്ല അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാഞ്ചി ഉപയോഗിക്കുന്നത്. കാഞ്ചി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാഞ്ചിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. കാഞ്ചി എന്ന് പറയുന്നത് ഒരു പിക്ചർ പോലത്തെ ക്യാരക്ടർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു വേർഡിന്റെ മീനിങ് എന്നാണ് കാഞ്ചി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാപ്പനീസിൽ പല വേർഡുകളും സെയിം ആയിട്ടായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ അതിന്റെ മീനിങ് വേറെ വേറെ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ കാഞ്ചിയാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നമുക്ക് മീനിങ് മനസ്സിലാക്കാനും വായിക്കാനും സഹായിക്കുന്നത്. ഇതിനകത്ത് അമേ എന്ന് ജാപ്പനീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മഴയായിരിക്കാം അല്ലെങ്കിൽ ക്യാൻഡി ആയിരിക്കാം. അതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കാഞ്ചിയുണ്ട്. അതുപോലെ തന്നെ കാമി എന്ന് ജാപ്പനീസിൽ ഹിരാഗാനയിൽ എഴുതി കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് മുടിയായിരിക്കാം, അല്ലെങ്കിൽ പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ജാപ്പനീസുകാരുടെ ദൈവമായിരിക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങളും കാഞ്ചിക്കകത്ത് 3 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഹിരാഗാനയിലാണെങ്കിൽ ഒറ്റ രീതിക്ക് കാമി എന്ന് മാത്രമാണ് എഴുതുന്നത്. അപ്പൊ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് കാഞ്ചിയാണ്. കുറച്ച് കാഞ്ചി ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് കോളത്തിൽ ഹിരാഗാനയാണ് എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെ കോളത്തിൽ കാഞ്ചി. റോമാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോളം എങ്ങനെയാണ് ഇത് വായിക്കുന്നതെന്നാണ്. 4ാമത്തെ കോളം അതിന്റെ മീനിങ് ആണ് പറയുന്നത്. ഫസ്റ്റ് എഴുതിയിട്ടുള്ളത് സക്കുറ എന്നാണ്.
സക്കുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസിൽ ചെറി ബ്ലോസം എന്നാണ്. അതിന്റെ കാഞ്ചിയാണ് ആ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്, കാഞ്ചിയുടെ താഴെയായിട്ട്. പിന്നെ പറയുന്നത് ഹന. ഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ഫ്ലവർ, അല്ലെങ്കിൽ നോസ് എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. ഇതപ്പോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കാഞ്ചി വെച്ചിട്ടാണ്. യമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ എന്നാണ് അർത്ഥം വരുന്നത്. അതിന്റെ കാഞ്ചിയാണ് കറസ്പോണ്ടിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഹഷി എന്നാണ്. ഹഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് എന്നുള്ള അർത്ഥവും ചോപ്സ്റ്റിക് എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഇത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും നമ്മൾ കാഞ്ചി വെച്ചിട്ടാണ്. ഹീരാഗാനയിൽ എഴുതുകയാണെങ്കിൽ ഹഷി എന്ന് മാത്രമാണ് വായിക്കുന്നത്. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഇത് ചോപ്സ്റ്റിക് ആണോ ബ്രിഡ്ജ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും അത് ബുദ്ധിമുട്ടാണ്. കാഞ്ചിയാണ് കൂടുതലായിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. അടുത്ത ഹിരാഗാനയിൽ എഴുതിയിട്ടുള്ളത് കുറുമ എന്നാണ്. കുറുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ എന്നാണ് അർത്ഥം ജാപ്പനീസിൽ. അതിന്റെ കറസ്പോണ്ടിങ് കാഞ്ചിയാണ് ആ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ജാപ്പനീസിൽ 3 സ്ക്രിപ്റ്റുകളാണ് ഉള്ളത്: ഹിരാഗാന, കത്തക്കാന, കാഞ്ചി. ഈ 3 ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഈ 3 സ്ക്രിപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാപ്പനീസ് കൂടുതലായിട്ട് പഠിക്കാനോ വായിക്കാനോ പറ്റില്ല എന്നുള്ളത്. ഫസ്റ്റത്തെ ഈ ഒരു സെന്റൻസ് എഴുതിയിട്ടുള്ളത് വായിക്കുന്നത് സൂപ്പാതെ അമേ ഓ കൈമാഷിത എന്നാണ്. ഇതിന്റെ അർത്ഥം വരുന്നത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ അമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡി ആവാം, അല്ലെങ്കിൽ മഴയാവാം. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ മിഠായി വാങ്ങിച്ചു എന്നും ആവാം, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ മഴ വാങ്ങി എന്നുള്ള അർത്ഥവും വരാം. നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് മഴ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല എന്നറിയാം, അത് ക്യാൻഡി തന്നെയാണെന്ന് അറിയാം. എങ്കിലും ഈ ഒരു സെന്റൻസ് ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നന്നായിട്ട് എഴുതുന്നത് കാഞ്ചിയും കത്തക്കാനയും കൂടെ ചേർത്തിട്ടാണ്. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിൾ സെന്റൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മഴയും മിഠായും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. മഴ വാങ്ങിക്കാൻ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഈ ഒരു സെന്റൻസ് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ശരിക്കും ഹിരാഗാനയിൽ മാത്രമായിട്ട് നമ്മളൊരു സെന്റൻസ് എഴുതുകയാണെങ്കിൽ അതിന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മീനിങ് ആണ് ഉള്ളത്. വേറെ ഒരുപാട് ഇതുപോലെ സെയിം വേർഡ് വായിക്കുന്നത് ഒരുപോലെ ആയിരിക്കും, വേറെ അർത്ഥങ്ങളുള്ള വേർഡ്സ് ജാപ്പനീസിൽ ഒരുപാടുണ്ട്. അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂസിംഗ് ആയിരിക്കും. നമ്മൾ മസ്റ്റ് ആയിട്ടും കാഞ്ചിയും കത്തക്കാനിയും ഉപയോഗിക്കണം. ഈ ഒരു സെയിം സെന്റൻസിനെ നമുക്ക് കാഞ്ചിയും കത്തക്കാനിയും ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതിയിട്ടുള്ളത് എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് സെന്റൻസ് ഹിരാഗാനയിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് മാറ്റി താഴെ എഴുതിയതിനകത്ത് സൂപ്പ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫോറിൻ വേർഡ് ആണ്. അത് നമ്മൾ എഴുതേണ്ടത് കത്തക്കാനയിലാണ്. അതുപോലെ തന്നെ അമേ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിഠായിയാണ്. അപ്പൊ മിഠായിന്റെ കറസ്പോണ്ടിങ് കാഞ്ചിയാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഈ ഒരു സെന്റൻസ് കുറച്ചും കൂടെ ക്ലിയർ ആണ്. വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ അർത്ഥം എന്താന്നുള്ളത്. ജാപ്പനീസിൽ ഏതൊരു സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഹിരാഗാനയും കത്തക്കാനയും കാഞ്ചിയും മിക്സ് ചെയ്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ജാപ്പനീസ് പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് JLPT N5 ബിഗിനർ ലെവലിൽ പഠിച്ചു തുടങ്ങാവുന്നതാണ്. പല ബുക്ക് വെച്ചിട്ടും ആളുകൾ പഠിക്കാറുണ്ട്. എങ്കിലും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് മിന്നന നിഹോങ്കോ എന്ന് പറയുന്ന ബുക്കാണ്. ഈ ബുക്ക് ഫോളോ ചെയ്തിട്ട് എന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ വീഡിയോസ് കിട്ടും. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും.